ഖുർആൻ പറഞ്ഞ കഥകൾ 103 ഭാഗം. ശുഐബ് നബി അലൈഹിസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജോർദാനിന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്നും ഏകദേശം 135 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മദിയൻ എന്ന പ്രദേശത്തെത്തും. ആ പ്രദേശത്തേക്ക് നിയോഗിതനായ പ്രവാചകനായിരുന്നു ശുഐബ് നബി അലൈഹിസ്സലാം. ഖതീബുൽ അംബിയ, പ്രവാചക പ്രഭാഷകൻ, പ്രവാചകന്മാരിലെ പ്രഭാഷകൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. വളരെ വാക്ചാതുരിയുള്ള, നന്നായി സംസാരിക്കാൻ കഴിയുന്ന പ്രവാചകനായിരുന്നു അദ്ദേഹം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം അറബി പ്രവാചകനായിരുന്നു, അല്ലെങ്കിൽ അറബി സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. ഹൂദ് നബി, സ്വാലിഹ് നബി, ശുഐബ് നബി അലൈഹിസ്സലാം, പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ് അറബികളായ പ്രവാചകന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഥവാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ഇവരായിരുന്നു. സഹീഹ് ഇബ്നു ഹിബ്ബാൻ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകന്മാരുടെ കഥയും ചരിത്രവുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ വഅർബഅത്തും മിനൽ അറബ്, അവരിൽ 4 പേർ അറബികളിൽപ്പെട്ടവരായിരുന്നു. ഹൂദ് വ ശുഐബ് വ സ്വാലിഹ് വ നബിയുക യാ അബാദർ. ഹൂദ് നബി, ശുഐബ് നബി, സ്വാലിഹ് നബി, അതുപോലെ തന്നെ നിന്റെ ഈ പ്രവാചകനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നതായി, പറഞ്ഞു കൊടുക്കുന്നതായി ഹദീസുകളിൽ കാണാം. അവർ ബഹുദൈവാരാധകരായിരുന്നു. ഐക്ക എന്നു പേരിലുള്ള ഒരു മരത്തെയും അവർ ആരാധിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരെ ഖുർആൻ അസ്ഹാബ് മദിയൻ, മദിയൻകാർ അല്ലെങ്കിൽ മദിയൻ നിവാസികൾ എന്ന് വിളിക്കുന്നതോടൊപ്പം തന്നെ അസ്ഹാബുൽ ഐക്ക, ഐക്കയുടെ ആളുകൾ, അഥവാ ഈ ഐക്ക എന്ന് പറയുന്ന മരത്തെ ആരാധിക്കുന്നവർ എന്ന അർത്ഥത്തിലും പരിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അസ്ഹാബുൽ ഐക്കയും മദിയൻകാരും ഒരേ വിഭാഗം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ അവരെ 2 രൂപത്തിൽ പരാമർശിക്കുകയാണ് എന്നാണ് ആ വിഷയത്തിലുള്ള ഒരു അഭിപ്രായം. കാരണം 2 കൂട്ടരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ശുഐബ് നബി അലൈഹിസ്സലാം സംസാരിക്കുന്നതായി, പ്രബോധനം നടത്തുന്നതായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് സൂറത്തു ശുഅറാ 176, 177 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, കസ്സബ അസ്ഹാബുൽ ഐക്കത്തിൽ മുർസലീൻ ഇദ് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ. ഐക്കക്കാർ, ഐക്ക നിവാസികൾ ദൈവദൂതന്മാരെ തള്ളിക്കളഞ്ഞു. ശുഐബ് നബി അവരോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾ പടച്ച തമ്പുരാനോട് ജാഗ്രതയും സൂക്ഷ്മതയും ഭക്തിയും പുലർത്തുന്നില്ലേ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു എന്ന് സൂറത്തു ശുഅറായിൽ അല്ലാഹു പറയുന്നു. സൂറത്തുൽ അറാഫിൽ 85-ാമത്തെ ആയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു.
മദിയൻ ജനതയിലേക്ക് അവരുടെ സഹോദരൻ ശുഐബിനെ നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം. നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ഇത് ശുഐബ് നബി അലൈഹിസ്സലാം മദിയനുകാരോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ ഉദ്ധരിക്കുന്നു. ഈ മദിയൻകാർ എന്ന് പറയുന്ന ജനവിഭാഗം എങ്ങനെയാണ് ഉണ്ടായത്? അതിനെക്കുറിച്ച് ചില ചരിത്രകാരന്മാർ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പത്നി ഖത്തൂറ എന്ന് പറയുന്ന പത്നിയിലുണ്ടായ പുത്രനാണ് മിദിയാൻ. ആ പുത്രൻ ഈ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ തലമുറ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, കുടുംബക്കാർ, ആ നാട്ടുകാരൊക്കെ പിന്നീട് മദിയൻകാർ എന്ന പേരിൽ അറിയപ്പെട്ടതാണ്. അങ്ങനെയാണ് ഈ നാട്ടുകാർക്ക് മദിയൻകാർ എന്ന പേര് വന്നത് എന്നാണ് ചരിത്രപരമായ ഒരു വ്യാഖ്യാനം. അപ്പോൾ മദിയൻകാരും അസ്ഹാബുൽ ഐക്കയും രണ്ടും ഒരു കൂട്ടരാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അതല്ല, രണ്ടും രണ്ട് വിഭാഗമാണ്, ഒരു കുടുംബത്തിന്റെ രണ്ട് കൈവഴികളാണ്. മദിയനിലുള്ള ആളുകളും ഇപ്പുറത്ത് ഐക്കയിലുള്ള ആളുകളും രണ്ടും രണ്ട് സ്ഥലവാസികളാണ്. പക്ഷേ രണ്ടും കുടുംബക്കാരാണ്, ബന്ധുക്കളാണ് എന്നാണ് മറ്റൊരു അഭിപ്രായം. ഈ രണ്ടു കൂട്ടരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ശുഐബ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതായി പരിശുദ്ധ ഖുർആനിൽ കാണുന്നത് എന്നാണ് മറ്റൊരഭിപ്രായം. തബൂക്കിന്റെ പഴയ പേരാണ്, മദീനക്കടുത്തുള്ള തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പഴയ പേരാണ് ഐക്ക എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ പ്രദേശത്തിനാണ് ഐക്ക എന്ന് പറയുന്നത്. ഇപ്പുറത്ത് ജോർദാനിന്റെ അടുത്ത് അഖബയുടെ അടുത്തുള്ള പ്രദേശത്തിനാണ് മദിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് പ്രദേശങ്ങളാണ്, രണ്ട് വിഭാഗങ്ങളും രണ്ട് സമൂഹങ്ങളുമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. പക്ഷേ രണ്ട് വിഭാഗങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ശുഐബ് നബി. രണ്ടുപേരുടെയും സ്വഭാവങ്ങളും രീതികളുമൊക്കെ ഒരുപോലെ തന്നെയായിരുന്നു എന്നാണ് ഇത് രണ്ടും രണ്ട് വിഭാഗമാണ് എന്ന് പറയുന്ന ആളുകളുടെ അഭിപ്രായം. ഇനി മറ്റൊന്ന്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അദ്ദേഹം മദീനയിലേക്ക് വരുന്നതും അവിടെ വെച്ച് രണ്ട് പെൺകുട്ടികളെ കാണുന്നതും അവർ അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതുമായ സംഭവമൊക്കെ നാം ഒരുപക്ഷെ മുമ്പ് കേട്ടിട്ടുണ്ടാകും. അവിടെ അവർക്ക് മൂസാ നബി അലൈഹിസ്സലാം വെള്ളം കൊടുക്കുന്നുണ്ട്, അവരുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. പിന്നീട് ആ പെൺകുട്ടികളിൽ ഒരാളെ അദ്ദേഹം കല്യാണം കഴിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികൾ ശുഐബ് നബിയുടെ മക്കളായിരുന്നു എന്നാണ് ഒരഭിപ്രായം. അതല്ല, അത് ഈ പറയപ്പെട്ട പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ശുഐബ് നബി അല്ല, അത് മറ്റു സാത്വികനായ നല്ല മനുഷ്യനായ മറ്റൊരു ശുഐബ് എന്ന് പറയുന്ന ഒരാളായിരുന്നു എന്നും വ്യാഖ്യാനമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശുഐബ് നബിയുടെ ജനതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ സമ്പന്നരായ, സുഖലോലുപരായ, കച്ചവടക്കാരായ ഒരു ജനതയായിരുന്നു എന്നാണ്. ഒരു വ്യാപാര സമൂഹമായിരുന്നു അവർ. കച്ചവടത്തിൽ വളരെ മിടുക്കന്മാരായിരുന്നു അവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ഏത് വിധേനയും കാശുണ്ടാക്കുക, ഏത് വിധേനയും ലാഭമുണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ രീതി, അവരുടെ സ്വഭാവം എന്ന് കാണാൻ സാധിക്കും. ഒരു മുതലാളിത്ത സംസ്കാരത്തിന്റെ എങ്ങനെയായിരുന്നാലും ലാഭമുണ്ടാക്കുക എന്ന കാഴ്ചപ്പാടിന്റെ ആളുകളായിരുന്നു. അതിനുവേണ്ടി കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല, വഞ്ചന നടത്തിയാലും കുഴപ്പമില്ല, ആളുകളെ ചതിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ലാഭമുണ്ടാക്കണം, കാശുണ്ടാക്കണം എന്ന ഒരു നിലപാടുകാരായിരുന്നു ഈ ശുഐബ് നബിയുടെ ജനത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ അവരുടെ നാടിലൂടെ കടന്നുപോകുന്ന കച്ചവടക്കാരെയും അതിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരെയും ഒക്കെ ആക്രമിച്ച് കൊള്ളയടിച്ച് അവരുടെ
കാശ് പിടിച്ചുപറിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. കാരണം അതൊരു വളരെ തന്ത്രപ്രധാനമായ കച്ചവട യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മദിയൻ എന്ന് പറയുന്ന പ്രദേശം. ഇന്നും അഖബ എന്ന് പറയുന്ന പ്രദേശം വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്, ഒരു തുറമുഖമാണ് അഖബ എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ആ വഴിയിലൂടെ പോകുന്ന കച്ചവടക്കാരെയൊക്കെ തടഞ്ഞു നിർത്തി അവരുടെ സമ്പത്തൊക്കെ കൊള്ളയടിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവർ കച്ചവടം നടത്തുമ്പോൾ, സാധനങ്ങൾ തൂക്കിക്കൊടുക്കുമ്പോൾ 10 കിലോ സാധനമുണ്ട് എന്ന് പറഞ്ഞ് 8 കിലോ കൊടുക്കുകയും 10 കിലോയുടെ പൈസ വാങ്ങുകയും ചെയ്യും. അഥവാ അവർ അളന്നു കൊടുക്കുന്ന സാധനങ്ങൾ കൃത്യമായിരിക്കുകയില്ല, അതിൽ കൃത്രിമം കാണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ കൊടുക്കുമ്പോഴും അളന്നു കൊടുക്കുന്നതിലും തൂക്കിക്കൊടുക്കുന്നതിലും രണ്ടിലും അവർ കൃത്രിമം കാണിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാല് വിൽക്കുകയാണെങ്കിൽ അത് വെള്ളം ചേർക്കും, ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിൽ മായം ചേർക്കും. അവർ ഇങ്ങനെ സമ്പന്നരായ ഒരു വിഭാഗമായിരുന്നുവെങ്കിലും കച്ചവടത്തിലും ഇങ്ങനെ അവർ കൊടുക്കുന്ന സാധനങ്ങളിലുമൊക്കെ കൃത്രിമത്വം കാണിക്കുകയും അതുവഴി സമ്പന്നരാവുകയും ചെയ്ത ജനതയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായ എല്ലാ അരാജകത്വങ്ങളും എല്ലാ കുറ്റകൃത്യങ്ങളും അവരിൽ ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുകയുണ്ടായി. ലൈംഗിക അരാജകത്വമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ ശുഐബ് നബിയുടെ ജനതയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തിന്മ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിൽ ഈ മദിയൻ നിവാസികളിലേക്ക് ശുഐബ് നബിയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. മദിയൻ പ്രദേശത്തേക്ക് അവരുടെ സഹോദരൻ ശുഐബിനെ നാം നിയോഗിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക, നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഖദ് ജാഅതുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും. ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്ന് വ്യക്തമായ തെളിവിതാ വന്നെത്തിയിരിക്കുന്നു. ഫഔഫുൽ കൈല വൽ മീസാൻ വലാ തബ്ഖസുൻ നാസ അശ്യാഅഹും. അതുകൊണ്ട് നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ കുറവ് വരുത്തരുത്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമി അത് ശരിയാക്കി വെച്ചതിന് ശേഷം, അത് ചിട്ടപ്പെടുത്തിയ ഈ ഭൂമിയെ നിങ്ങൾ നശിപ്പിക്കരുത്, അവിടെ നിങ്ങൾ നാശമുണ്ടാക്കരുത്. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞതായി സൂറത്തുൽ അഅറാഫ് 85-ാമത്തെ ആയത്തിൽ അല്ലാഹു ഉദ്ധരിക്കുന്നു. 86-ാമത്തെ ആയത്തിൽ അദ്ദേഹത്തിന്റെ ഉപദേശം തുടരുന്നതായി അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. വലാ തഖഉദൂ ബികുല്ലി സിറാത്തിൻ തൂഇദൂന വതസുദ്ദൂന അൻ സബീലില്ലാഹ് മൻ ആമന ബിഹി വതബ്ഗൂനഹാ ഇവജ. നിങ്ങൾ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സത്യവിശ്വാസികളെ തടഞ്ഞ് ആ മാർഗത്തിൽ നിന്ന് അവരെ തടയുന്ന രൂപത്തിൽ നിങ്ങൾ വഴിയിൽ ഇരിക്കരുത്. ജനങ്ങളെ തടയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ വഴിയിൽ ഇരുന്ന് അവരെ ആക്രമിക്കരുത്. വദ്കുറു ഇദ് കുൻതും ഖലീലൻ ഫകസ്സറകും. നിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്ന ആ കാലത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വളരെ കുറവായിരുന്നു, ഇപ്പൊ നിങ്ങൾ വലിയ സമൂഹമൊക്കെയായി മാറി, എണ്ണത്തിലും വണ്ണത്തിലുമൊക്കെ വർധനവുണ്ടായി. പക്ഷേ വന്ന വഴി നിങ്ങൾ മറക്കരുത്. വദ്കുറു ഇദ് കുൻതും ഖലീല ഫകസ്സറകും. നിങ്ങൾ വളരെ തുച്ഛമായിരുന്നു, അല്ലാഹുവാണ് പിന്നീട് നിങ്ങൾക്ക് എണ്ണത്തിൽ വർധനവുണ്ടാക്കിയത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. വൻളുറു കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. നാശകാരികളുടെ പരിണിതി, അവസാനം, അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കണം, മനസ്സിലാക്കണം കേട്ടോ എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുന്നതായി അള്ളാഹു ഉദ്ധരിക്കുന്നു.
സൂറത്തു ശുആറയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഐബ് നബിയുടെ പ്രബോധനം എടുത്തു ചേർത്തിട്ടുണ്ട്. സൂറത്തു ശുആറ 176-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, കസ്സബ അസ്ഹാബുൽ ഐക്കത്തിൽ മുർസലീൻ. ഐക്ക നിവാസികൾ ദൈവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. ഇത് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ. ശുഐബ് നബി അവരോട് ചോദിച്ചു, നിങ്ങൾ മുത്തഖികളാകുന്നില്ലേ? നിങ്ങൾ ജാഗ്രത പുലർത്തുന്നില്ലേ? ഭക്തി പുലർത്തുന്നില്ലേ? പടച്ചവനെ സൂക്ഷിക്കുന്നില്ലേ? innീ ലക്കും റസൂലുൻ അമീൻ. ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ വിശ്വസ്തനായ ദൈവദൂതനാണ്. ഫത്തഖുല്ലാഹ വഅതീഊൻ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ. നിങ്ങളെല്ലാം സാമ്പത്തികമായി കാണുന്ന ആളുകളാണ് എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് ഒരു ചില്ലി കാശ് പോലും, ഒരു പ്രതിഫലം പോലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ അടുത്ത് മാത്രമാണ് എനിക്കുള്ള പ്രതിഫലം. ഔഫുൽ കൈല വലാ തകൂനു മിനൽ മുഖ്സിരീൻ. നിങ്ങൾ അളവിൽ പൂർണ്ണത വരുത്തുക, തികവ് വരുത്തുക. അളവിൽ കുറവ് വരുത്തുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. കൃത്യതയുള്ള ശരിയായ തുലാസുകളിൽ നിങ്ങൾ തൂക്കിക്കൊടുക്കുക. വലാ തബ്ഖസുന്നാസ അശ്യാഅഹും വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ജനങ്ങൾക്ക് കൊടുക്കുന്ന സാധനങ്ങളിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. ഒരിക്കലും നാട്ടിൽ ധിക്കാരികളായി, കുഴപ്പക്കാരായി നിങ്ങൾ നടക്കുകയുമരുത്. ഇതായിരുന്നു അദ്ദേഹത്തിന് അവരോട് പറയാനുണ്ടായിരുന്നത്. അതിനവർ പറഞ്ഞ മറുപടിയും, അങ്ങനെ ആ മറുപടിക്ക് ശേഷം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശിക്ഷയുമൊക്കെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.